ചിക്കൻ ഉണ്ടാക്കിയാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല കിടിലൻ തന്തൂരി ചിക്കനാണ് കേട്ടോ. ഈ മസാല നമ്മൾ തന്തൂരി ചിക്കൻ മസാല വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിയതാണ്. അതിനകത്തേക്ക് ലേശം ഉപ്പും ചേർത്തിട്ട് ചിക്കൻ നന്നായി കഴുകി നല്ലോണം വരഞ്ഞിട്ട് ആ മസാലയും കൂടി തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് എടുത്തോട്ടെ നമ്മുടെ ചിക്കനൊക്കെ. ബിജു ആണെങ്കിൽ ഇതാ കനലുണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അവിടെ. അപ്പോൾ കനലൊക്കെ ഏകദേശം സെറ്റായി. ഇപ്പം നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഗ്രില്ലിൽ വെച്ച് ഇനി നമുക്ക് പിന്നെ കുട്ടപ്പനാക്കി എടുക്കണമല്ലോ കനലിലൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തിട്ട്. അപ്പോൾ ബിജോയ്ക്കാണ് കേട്ടോ കനലിൽ ചുട്ടെടുക്കണം ഫുൾ ഡ്യൂട്ടി. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് ആ തീയിൽ, ഈ പോരാത്തതിന് ചൂടും. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മയണൈസും ടൊമാറ്റോ ചട്നിയും ഒക്കെ ആക്കി നമ്മുടെ ഗ്രില്ല് ഉണ്ടല്ലോ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ബ്രെഡൊക്കെ സ്റ്റീം ചെയ്യാൻ. അങ്ങനെ ഇതാ ബ്രെഡൊക്കെ വേഗം സ്റ്റീം ചെയ്യാൻ വെച്ച് അപ്പോഴേക്കും നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിജു ഓരോ തന്തൂരി ചിക്കൻ എടുത്ത് ഇങ്ങനെ വെച്ച് പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ നമ്മൾ ആ ലെമണൊക്കെ നന്നായി കട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചു. പിന്നെ സ്റ്റീം ചെയ്ത ബ്രെഡും മയോണൈസും ചപ്പാത്തിയും ടൊമാറ്റോ ചട്നിയും ഒക്കെ റെഡിയായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യണ കടമ്പയാണല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല എരിവും ഒക്കെ പാകത്തിനായിരുന്നു. നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മയോണൈസിൻ്റെ കാര്യം പറയണ്ടല്ലോ, ടൊമാറ്റോ ചട്നിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ദാ ബിജോയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൾക്ക് തന്തൂരി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി തന്തൂരി ചിക്കനൊക്കെ കഴിച്ച് ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും 10 മണിയായി. പിന്നെ ഞങ്ങൾ വേഗം കിടന്നുറങ്ങി. ബൈ ബൈ.